എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾ മുമ്പ് നമ്മൾ ഉടനെ ചെയ്യും എന്ന് പറഞ്ഞ് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. 200 m² താഴെ ഏരിയ വരുന്ന ഒരു മസ്ജിദ് ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് D ആണ് വരുന്നത്. 200 m² താഴെ ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ചട്ടങ്ങളാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞൊരു ഫയലാണ്, സ്ക്രൂട്ടിനി പാസ്സാക്കിയൊരു ഫയലാണ്. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ലേയേഴ്സൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ലേയേഴ്സെല്ലാം ഞാൻ കേസ്മാർട്ട് എന്ന് പറഞ്ഞ ലേയേഴ്സാക്കി ലൈൻ ടൈപ്പ്, ലൈൻ വെയ്റ്റ്, കളർ എല്ലാം ഞാൻ ബൈ ലെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ഇൻഫോയിൽ നമുക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് CRZൻ്റെ അവിടെ നമ്മൾ യെസ് ഓർ നോ മാത്രമാണ് മുമ്പ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ സോണും കാര്യങ്ങളൊക്കെ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ മറ്റൊരു പ്ലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പാർക്കിംഗ് പ്ലോട്ടിൻ്റെ ഏരിയ കാണിക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലെയറിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്ലൗഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. പാർക്കിംഗ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെയർ തന്നെ കാണിച്ചിട്ടുണ്ട്. അത് ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അതായത് നമ്മളുടെ പ്ലോട്ടിൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്, നമുക്കതിൽ പാർക്കിംഗ് മുഴുവനായിട്ടും കിട്ടുന്നില്ല. എന്നാൽ ബിൽഡിങ്ങിൻ്റെ ഏരിയ പാർക്കിംഗ് കിട്ടാത്തത് കൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഏരിയ കുറയ്ക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിൽ ഒരു 200 മീറ്ററിൽ അധികരിക്കാത്ത ഡിസ്റ്റൻസിൽ മറ്റൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ, അത് വെറ്റ്ലാൻഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിൽഡിംഗ് നിർമ്മിക്കാൻ പോകുന്ന പ്ലോട്ടിൽ ആവശ്യമുള്ള പാർക്കിങ്ങിൻ്റെ 75% പാർക്കിങ്ങിനെ നമുക്ക് ആ പ്ലോട്ടിലേക്ക് മാറ്റി കാണിക്കാൻ പറ്റും. അത് അപ്പാർട്ട്മെൻറ്റ് ഒക്യുപ്പൻസി ഒക്കെ ആണെങ്കിൽ മുഴുവനായും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ലെയർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലെയർ മാട്രിക്സിലേക്ക് കടക്കാം. പ്ലാൻ ഇൻഫോ ഞാൻ മുമ്പ് ഫില്ല് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് റെഡ് കളറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു ലൈൻസും എല്ലാം ഞാൻ ചെയ്ത് വെച്ചതാണ്, ലെയർ മാത്രം മാച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ 1 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിലെ ഏത് ഓപ്ഷൻ വഴിയാണോ ചെയ്യേണ്ടത് അത് മാത്രം അവിടെ നിർത്തി മറ്റതൊന്ന് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡു മാർക്ക് ഇട്ട് വെക്കുകയും ചെയ്യട്ടോ. കാരണം പലരും ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടൊക്കെ ചെയ്തിട്ട് എറേഴ്സ് വരുന്നുണ്ട്. സ്ക്രൂട്ടിനിയൊക്കെ ആക്സെപ്റ്റ് ആയി പോവും പല സാഹചര്യത്തിലും, പക്ഷേ PDF ഡ്രോയിങ്സ് ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളെ പറ്റി പറയുന്നില്ല. അത് ഓൾറെഡി നമ്മൾ പ്ലാൻ ഇൻഫോ അതുപോലെ ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഷീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ പല കാര്യങ്ങളും വരും, ഡീറ്റെയിൽഡ് ആയിട്ട് വരും എന്നുണ്ടെങ്കിൽ പോലും ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ J1 J2 നമ്മൾ നൽകണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ബാക്കി ഡീറ്റെയിൽസ്, ഏരിയ ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് ഷെഡ്യൂള്, ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പലരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സൈറ്റ് പ്ലാൻ ആയാലും ഏത് പ്ലാൻ ആയാലും ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ കൊണ്ടുവന്നിടും, ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതല്ല ശരിയായ രീതി. റൂൾ 6 അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ലെയർ മാട്രിക്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മാച്ച് ചെയ്യാൻ പോകുന്നത് സൈറ്റ് പ്ലാൻ ആണ്. സൈറ്റ് പ്ലാൻ പ്രിൻ്റ് കൃത്യമായി മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് സർവീസ് പ്ലാൻ പ്രിൻ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ നമ്മൾ യൂട്ടിലിറ്റി ഡീറ്റെയിൽസിൽ കാണിക്കാനുള്ള ലെയറാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് അതുപോലെ പെർക്കുലേഷൻ പിറ്റൊക്കെ ഞാൻ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഷീറ്റും കൂടി ഞാനൊന്ന് മാച്ച് ചെയ്യുന്നുണ്ട്.
അടുത്തത് സെപ്റ്റിക് ടാങ്കാണ്. സെപ്റ്റിക് ടാങ്ക് അതുപോലെ സോപ്പ് പിറ്റ് ഞാൻ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ്, അതിൻ്റെ ലെയർ ഞാൻ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞു ഓപ്ഷൻ 1 വഴിയാണ് നമ്മൾ ഷീറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത്, ബിൽഡിംഗ് പ്ലാനിൻ്റെ ഷീറ്റ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഞാനിപ്പോൾ ഫ്ലോർ 0 ലെയർ സെലക്ട് ചെയ്തു. ഫ്ലോർ 0 മാത്രമായി ഒരു ഷീറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് മൊത്തത്തിൽ മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്തത് ഫ്ലോർ 1 അതുപോലെ തന്നെ ചെയ്തു. അടുത്തത് എലിവേഷനാണ്. എലിവേഷൻ ഒറ്റ എലിവേഷനേ ഉള്ളൂ, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സെക്ഷൻ, ഒരു സെക്ഷനാണ് മാച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ പലരും ഈ ഓപ്ഷൻ 1ഉം 2ഉം മിക്സ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു പ്രശ്നം വരുന്നുണ്ട്, അത് ചെയ്യാതിരിക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് ഓപ്ഷൻ 1ൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ഓരോ ഫ്ലോർ പ്ലാൻസ് അതുപോലെ സെക്ഷൻ എലിവേഷൻ എല്ലാം സെപ്പറേറ്റ് ഷീറ്റിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ഷീറ്റിലാക്കി ഓപ്ഷൻ 2 വഴി ചെയ്യാം. പലരും 2 പ്ലാനുകൾ ഒരു ഷീറ്റിനകത്ത്, ഈ സെക്ഷൻ എലിവേഷൻ ഒരു ഷീറ്റിനകത്ത്, എന്നിട്ട് ഓപ്ഷൻ 1 വഴി സെലക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അത് കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇതിൽ പറയുന്നില്ല, ശരിയായ രീതി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലത് പറയുന്നില്ല. അടുത്ത് നമുക്ക് വരുന്നത് എക്സ്കാവേഷൻ ഡീറ്റെയിൽസ് വരുന്നില്ല, പാർക്കിംഗ് പ്ലാൻ പ്രിൻ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലെയറാണ് നമ്മളുടെ PDF ഷീറ്റ് എങ്ങനെ വരണം എന്നുള്ളത് തീരുമാനിക്കുക. ഇത് നമ്മൾ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഷീറ്റ് ഡിഫൈൻ ചെയ്ത് വരുള്ളൂ. നിങ്ങൾ ഈ സൈറ്റ് പ്ലാനിനകത്ത് വരേണ്ട ഒരു ഒബ്ജക്റ്റിനെ, ഇവിടെ ഇപ്പോൾ ഒരു വെല്ലുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾ സൈറ്റ് പ്ലാൻ പ്രിൻ്റുമായിട്ട് ഈ വെല്ല് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈറ്റ് പ്ലാനിൻ്റെ ഷീറ്റ് ഡിഫൈൻ ചെയ്ത് വരൽ ഈ വെല്ലടക്കം ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് പ്ലോട്ട് ബൗണ്ടറി മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് എല്ലാ ലൈൻസും വരച്ച് വെച്ചിട്ടുണ്ട്. ലൈൻസ് വരയ്ക്കാൻ അറിയാത്തതല്ലല്ലോ നിങ്ങൾക്കൊന്നും, അപ്പോൾ അതും കൂടി പറഞ്ഞ് വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനത് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലോട്ട് ബൗണ്ടറി മാച്ച് ആയിട്ടുണ്ട്. അടുത്തത് ബിൽഡിംഗ് ഫുട് പ്രിൻ്റാണ്, ഒറ്റ ബ്ലോക്കേ ഉള്ളൂ കേട്ടോ. ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്തത് യാർഡ്സ്, ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ് 1, സൈഡ് യാർഡ് 2. ഞാനിവിടെ ഫ്രണ്ട് യാർഡ് കാണിച്ചിട്ടുള്ളത് ഈ ഭാഗത്താണ് കേട്ടോ. ഇവിടെ നമുക്ക് റോഡൊന്നും വരുന്നില്ല, റോഡ് വരുന്നത് ഈ ഭാഗത്താണ്. സൈഡ് യാർഡ് 1ലാണ് റോഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇവിടുന്ന് റോഡ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഫ്രണ്ട് യാർഡ് കാണിക്കുക, അത് റിയർ യാർഡ് അല്ലേ എന്നുള്ള സംശയം വരും. അങ്ങനെയില്ല, നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ മെയിൻ എൻട്രൻസ് എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത് അവിടെ നമുക്ക് ഫ്രണ്ട് യാർഡായിട്ട് കാണിക്കാൻ പറ്റും, അവിടെ കാണിക്കാൻ പാടുള്ളൂ. റിയർ യാർഡിൻ്റെ കാര്യത്തിലും പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് തന്നെ റിയർ യാർഡായിട്ട് കാണിക്കണം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട് യാർഡ് ഒഴികെയുള്ള ഏത് യാർഡ് വേണമെങ്കിലും നമുക്ക് റിയർ യാർഡായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലെയർ മാച്ച് ചെയ്യാൻ തുടങ്ങാം. ഫ്രണ്ട് യാർഡ് മാച്ച് ചെയ്തു, റിയർ യാർഡ് മാച്ച് ചെയ്തു, സൈഡ് യാർഡ് 1 മാച്ച് ചെയ്തു, സൈഡ് യാർഡ് 2 മാച്ച് ചെയ്തു. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ പ്രധാന റോഡ് വരുന്നത് ഈ ഭാഗത്താണ്. നമ്മൾ അവിടെ സൈഡ് യാർഡ് 1 ആണ് കാണിച്ചിട്ടുള്ളത് എന്ന് കരുതിയിട്ട് അവിടെ സൈഡ് യാർഡ് 1ന് വേണ്ട 1 മീറ്റർ സെറ്റ് ബാക്ക് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. റോഡ് എവിടെയെല്ലാമാണോ വരുന്നത് അവിടെയെല്ലാം റൂൾ 23 പാലിച്ചിരിക്കണം. അത് സൈഡ് യാർഡ് ആണെങ്കിലും മറ്റേത് യാർഡ്സ് ആയാലും അവിടെയെല്ലാം റോഡ് വരുന്നുണ്ടെങ്കിൽ 23 പാലിച്ച് തന്നെ ചെയ്യാം കേട്ടോ.
അടുത്തത് കവറേജ് ലൈനാണ്. കവറേജ് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം പലരും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത് കേൾക്കാതെ എങ്ങനെയാണത് ചെയ്യേണ്ടത്, വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. ഈ ഗ്രൂപ്പ് ഡി ഒക്യുപ്പൻസി ചെയ്യുമ്പോൾ, അതും നമ്മൾ മതപരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, മസ്ജിദ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം. അടുത്തത് ഷെയ്ഡ്സ് ആൻഡ് ഓവർഹാങ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് വരുന്നില്ല. ഇത് പോഡിയത്തിൻ്റെ റൂള്, ബേസ്മെൻറ്റ് ഫ്ലോറ്, ആക്സസറി ബ്ലോക്ക്, റോഡ് വൈഡനിങ്, സ്പ്ലേ മാർക്കിങ്, ഇതൊന്നും നമുക്ക് വരുന്നില്ല. ഫ്ലോർസ് ആക്സസിബിൾ ഇൻഡിപെൻഡൻ്റ്ലി, ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് റോഡ് മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. നമുക്ക് നോട്ടിഫൈഡ് റോഡും വരുന്നുണ്ട്, ലൈനും വരുന്നുണ്ട്. ആദ്യം നോട്ടിഫൈഡ് റോഡ് മാച്ച് ചെയ്ത് കൊടുക്കാം. പോളി ലൈൻ തന്നെ സെലക്ട് ചെയ്യട്ടോ. ഇവിടെ ലൈനൊക്കെ ഉണ്ട് താഴെ. പോളി ലൈനായിട്ട് വരച്ച ലൈൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിൽഡിംഗ് ലൈനും കൂടി മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ബിൽഡിംഗ് ലൈനും പോളി ലൈനും ഉപയോഗിച്ചിട്ടാണ് വരച്ചത് എന്ന് ഉറപ്പ് വരുത്തുക. അടുത്തത് ലൈൻ 1 ആണ് നമ്മൾ കാണിക്കുന്നത്. പോളി ലൈൻ ആണെന്നുള്ള ഉറപ്പ് വരുത്തട്ടോ. ലൈൻ 1ൻ്റെ ബിൽഡിംഗ് ലൈൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓപ്പൺ വെല്ല് നമുക്ക് വരുന്നില്ല. വേസ്റ്റ് ഡിസ്പോസൽ, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഈ 3 കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ഈ ലെയറിനെ ഞാനൊന്ന് സൈറ്റ് പ്ലാനിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ, സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും ഞാൻ ആ ലെയറിൽ കാണിക്കുന്നുണ്ട്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലെയർ ഡിലീറ്റ് ചെയ്യാം. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ഗ്രൗണ്ട് വാട്ടർ റീചാർജും. ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിൻ്റെ ലെയറും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ടെക്സ്റ്റും മാത്രം നമുക്ക് മതി, കാരണം ടെക്സ്റ്റിന് ഓൾറെഡി ഈ ലെയർ കൊടുത്തിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലെയർ മാച്ച് ചെയ്തിട്ട്. പെർക്കുലേഷൻ പിറ്റ് അത് കഴിഞ്ഞ് അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. അടുത്തത് ഇതൊന്നും ഇനിയിപ്പോൾ ഇതിൽ വരാത്ത കാര്യങ്ങളാണ്. നമുക്കിനി സർവീസ് പ്ലാനിലൊന്നും ചെയ്യാനില്ല. പാർക്കിംഗ് പ്ലാൻ. പാർക്കിംഗ് പ്ലാനിൻ്റെ സ്ലോട്ട് നമ്മൾ ലെയറിൽ കാണിക്കുക. 2 വീലർ പാർക്കിംഗ് അതുപോലെ കാണിക്കുക. അടുത്തത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നമുക്ക് വരുന്നില്ല. മെക്കാനിക്കൽ പാർക്കിംഗ് വരുന്നില്ല. DA പാർക്കിങ്ങിൻ്റെ ഡയമെൻഷനും അവിടെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഡയമെൻഷൻ ആദ്യം മുതൽ കാണിക്കുന്നുണ്ട്. ഞാൻ റാമ്പിലേക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഡയമെൻഷൻ്റെ ലെയറും DA പാർക്കിങ്ങിൻ്റെ ലെയറും സെയിം ആണ്.
അപ്പോൾ നമ്മൾ ആ ഡയമെൻഷൻ്റെ ലെയർ രണ്ടാമത് പോയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് തന്നെ മാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് EV ചാർജിങ് പോയിൻ്റ് ആണ്. നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ കാണിച്ചിട്ടുണ്ട്, മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞു പാർക്കിംഗ് പ്ലോട്ട്, മറ്റൊരു പ്ലോട്ട് നമുക്ക് പാർക്കിംഗ് പ്ലോട്ടായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നൽകുന്ന പാർക്കിങ്ങുകൾക്കുള്ള ലെയറാണ്. ഇവിടെ നൽകിയിട്ടുള്ള ലെയർ വെച്ചിട്ട് ഒരിക്കലും പുറത്തുള്ള പാർക്കിംഗ് പ്ലോട്ടിൽ മാച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫ്ലോർ പ്ലാൻസിൽ കാണിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പലരും റെഗുലറൈസേഷനും എക്സിസ്റ്റിങ്ങും പ്രപ്പോസലും എല്ലാം കൂടി മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ ഒരു 2 ലൈൻ ഇട്ട് കൊടുക്കുക, നിങ്ങളത് മാറി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിനൊരു തിക്നെസ് കൊടുത്ത് റെഡാക്കി വയ്ക്കുക, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ലൈന് ശ്രദ്ധയിൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്, ഫസ്റ്റ് ഫ്ലോർ പ്ലാന്. ഇതിൽ ഡിഡക്ഷൻസ് ഒന്നും നമ്മുടെ പ്ലാനിൽ വരുന്നില്ല. അപ്പോൾ ആ 2 ലൈന് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ ബിൽട്ടപ്പ് ഏരിയ ലൈന് വരച്ചത് മാച്ച് ചെയ്ത് കൊടുക്കുക. ഈ 4 കോർണറിലുള്ളത് ഷോ വാളാണ് കേട്ടോ. അടുത്തത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ അതുപോലെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക. ഇതിൻ്റെ ലെയർ ഇവിടെ പറയുന്നുണ്ട്, ഗ്രൂപ്പ് D ആണ് വരുന്നത്. ഗ്രൂപ്പ് D എന്ന് പറയുമ്പോൾ ആരും പോയിട്ട് ഈ അസംബ്ലി 6 പോയിട്ട് സെലക്ട് ചെയ്ത് ആ നമ്പർ കാണിക്കരുത്. ഇവിടെ നമുക്ക് വേർഷിപ്പിൻ്റെ ഒരു ലെയർ കാണിക്കുന്നുണ്ട് 16. ആ 16ാമത്തെ നമ്പറാണ് നമുക്ക് ഈ ബിൽട്ടപ്പ് ഏരിയയ്ക്ക് കാണിക്കാനുള്ളത്. 16. ഓക്കെ. ഇനി ടിപ്പിക്കൽ ഫ്ലോർ വരുന്നില്ല, പാർക്കിംഗ് ഏരിയ ഇൻസൈഡ് ദ ബിൽഡിംഗ് വരുന്നില്ല, ലിഫ്റ്റ് വരുന്നില്ല, മെസനൈൻ ഫ്ലോർ, ഫയർ എസ്കേപ്പ് സ്റ്റെയർ വരുന്നില്ല. ഇനിയുള്ളത് ജനറൽ സ്റ്റെയർ ആണ്. ജനറൽ സ്റ്റെയറിൽ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ സ്റ്റെയർ ക്യാബിൻ, അതുപോലെ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലെ സ്റ്റെയർ ക്യാബിൻ. ഇനി നമുക്കുള്ളതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രമാണ് സെലക്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ലാൻഡിങ്, അതുപോലെ സ്റ്റെപ്സ്, ബ്ലോക്ക് 1 തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ടെക്സ്റ്റ് ഓൾറെഡി ആ ഡ്രോയിങ്ങിലുള്ളത് കൊണ്ടാണ് ഞാൻ എന്തായാലും കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും ലേയേഴ്സ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ടെക്സ്റ്റിന് ഞാൻ 3.75 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിലെ സ്റ്റെയർ ക്യാബിൻ ലൈൻ മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ലാൻഡിങ് 2 ലാൻഡിങ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ലാൻഡിങ്ങും കൃത്യമായി മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്തത് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് മാച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഒരു സ്റ്റെപ്പ് മാത്രം നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുക, ബാക്കി സ്റ്റെപ്പുകൾ കോപ്പി ചെയ്ത് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ ഇതൊന്ന് മിറർ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റെയർ ക്യാബിൻ്റെ ലൈനും ഈ ടെക്സ്റ്റും തമ്മിലൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്ഷനിൽ സ്റ്റെപ്സ് വന്ന് അവസാനിക്കുന്ന ഭാഗം, ലാസ്റ്റ് റൈസർ എവിടെയാണോ അവസാനിക്കുന്നത് അവിടേക്കുള്ള ഹൈറ്റാണ് എടുക്കേണ്ടത്. 3.65 ബോട്ടം വരുന്നത്, ടോപ്പിലേക്ക് ആകുമ്പോൾ 3.75.
അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3.75 കാണിച്ചിട്ടുണ്ട്, ലെയറും മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോർ പ്ലാനിൽ സ്റ്റെയർ ക്യാബിൻ ലൈന് മാത്രമാണ് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. പലരും ഗ്രൗണ്ടും ഫസ്റ്റും മാത്രമുള്ള സാഹചര്യത്തിൽ ഫസ്റ്റ് ഫ്ലോറിലും സ്റ്റെയർ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്സും ലാൻഡിങ്ങും ഒക്കെ കാണിക്കുന്നത്, അതുപോലെ ഈ ഹൈറ്റും കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ അവസാനിക്കുകയാണെങ്കിൽ പിന്നെ മുകളിലേക്കില്ലല്ലോ, അപ്പോൾ നമ്മളത് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം പലരും മറന്നു പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. അടുത്തത് ലിഫ്റ്റിന് പകരമുള്ള റാമ്പ്, എസ്കലേറ്റർ നമുക്ക് ആവശ്യമില്ല. പിന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസാണ്. നമുക്ക് വാട്ടർ ക്ലോസറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ 1, 2 രണ്ടെണ്ണം ഉള്ളത്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും സെപ്പറേറ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്ക്രൂട്ടിനി പാസ്സായി പോകുന്നുണ്ട്. അസംബ്ലി ഒക്യുപ്പൻസി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പിന്നെ മാറ്റാൻ പോയിട്ടില്ല. പക്ഷേ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ ലേഡീസ് ടോയ്ലറ്റ് ജെൻസ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് 1, 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. കളർ കോഡ് കൊടുക്കാതെ തന്നെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അടുത്തത് യൂറിനൽസ് ആണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ടോയ്ലറ്റ്സ് കാണിച്ചിട്ടുള്ളത്. യൂറിനൽസ് ഒക്കെ കാണിക്കുമ്പോൾ മിനിമം ഇത്ര ഏരിയ എന്നൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഞാനിവിടെ 60 സെൻറ്റിമീറ്റർ വിഡ്ത്തും 70 സെൻറ്റിമീറ്റർ ലെങ്ത്തും കാണിച്ചിട്ടുണ്ട്. അടുത്തത് വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ ഗ്രൗണ്ടിലും ഫസ്റ്റിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഫ്ലോറിൽ ഒരെണ്ണം വേണം നിർബന്ധമായും. ഗ്രൗണ്ട്, ഫസ്റ്റ്. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമല്ല സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് വരിക കേട്ടോ. ഓരോ 3 ഫ്ലോറുകൾക്കാണ് ഒരു സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ്. 4ാമതൊരു ഫ്ലോർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂടി കൊടുക്കേണ്ടി വരും, മുകളിൽ കൊടുക്കേണ്ടി വരും കേട്ടോ, 4ാമത്തെ ഫ്ലോറിൽ. അടുത്തത് എക്സിറ്റ് വിടുത്താണ്. ഈ ഷീറ്റ് റൂഫിംഗ് ഒന്നും നിങ്ങൾ സിംഗിൾ ഫാമിലി റെസിഡൻസ് അല്ലാത്ത സാഹചര്യത്തിൽ യൂസ് ചെയ്യരുത് കേട്ടോ. ഇത് റൂൾ 74 അനുസരിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ അടുത്തൊരു കോടതി ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്, മറ്റ് ഓക്യുപ്പൻസികൾക്കും ഷീറ്റ് റൂഫിംഗ് കാണിക്കാം, ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് നമുക്ക് ബിൽഡിംഗ് റൂളിൽ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് ഈ ലെയറിലും മാറ്റങ്ങൾ വരേണ്ടതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് സിംഗിൾ ഫാമിലിക്ക് മാത്രം ചെയ്യുക. മാത്രമല്ല, സിംഗിൾ ഫാമിലിക്ക് നിങ്ങൾ ബെഡ്റൂമിൻ്റെ മേലെ കൊണ്ടുപോയി ഷീറ്റ് ഇട്ടിട്ട് ഈ ലെയർ വെച്ച് മാച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പലരും പോർച്ചിനും ബെഡ്റൂമിനൊക്കെ ഷീറ്റ് ഇട്ടിട്ട് ഈ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റൂൾ 74 നിങ്ങൾ വായിച്ച് നോക്കുക, അതിനനുസരിച്ച് മാത്രം ചെയ്യുക. അടുത്തത് എക്സിറ്റ് വിടുത്താണ്. എക്സിറ്റ് വിടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഡയമെൻഷനായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എക്സിറ്റ് വിടുത്ത ഡോറാണ് ആദ്യം മാച്ച് ചെയ്തത്. അടുത്തത് ഫസ്റ്റ് ഫ്ലോറിൽ എക്സിറ്റ് വിടുത്ത ഡോർ മാച്ച് ചെയ്യാം. അടുത്തത് സ്റ്റെയർ എക്സിറ്റ് വിടുത്താണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെയർ എക്സിറ്റ് വിടുത്ത് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ എക്സിറ്റ് വിടുത്ത് മാച്ച് ചെയ്ത് കൊടുക്കുക. ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയറിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ് റെയിൽ അടക്കമുള്ള വിടുത്ത് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ ഇതുപോലുള്ള പാസേജൊന്നും നമുക്ക് വരുന്നില്ല, അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടതില്ല. ഇതുപോലുള്ള പാസേജൊക്കെ നിങ്ങൾക്ക് സ്റ്റെയറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ വീതിനേക്കാളും കുറയാൻ പാടില്ല കേട്ടോ ഈ പാസേജസിൻ്റെ വീതി. അടുത്തത് ഡിസേബിൾഡ് റാമ്പ്. ഈ ടെക്സ്റ്റും റാമ്പും സെയിം ലെയറാണ്. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് എന്തായാലും ആ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ ലെയർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
റാമ്പ് ഇതിപ്പോൾ റാമ്പ് 1 ആണ്. റാമ്പ് 2 ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലെയർ നോക്കിയിട്ട് മാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, അതിന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ. അത് നമുക്കൊരു ബ്ലോക്കേ ഉള്ളൂ. ആ ബ്ലോക്കിൽ ഏത് ഫ്ലോറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ്. ട്രാവൽ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറയുമ്പോഴും ഡീറ്റെയിൽഡായിട്ട് പറയാം. പലരും ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. ഞാനിവിടെ ഒരു പോളിലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുത്തു. അതായത് നമുക്ക് ഈ പുറത്തേക്കുള്ള എക്സിറ്റ് ഇവിടെയാണ് വരുന്നത്. ഈ എക്സിറ്റിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന പരമാവധി ദൂരം, ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ അതായത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരച്ച് ഇങ്ങനെയല്ല നമ്മൾ ഈ രീതിയിലല്ല ചെയ്യേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി പുറത്തെത്തണം. അപ്പോൾ എത്ര ദൂരം ഓടേണ്ടി വരും? ഇതാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം. ഇവിടെ നിന്നൊക്കെ കൊടുക്കുമ്പോൾ ഇതിൽ ദൂരം കുറവാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കാം. ആകെ എത്ര വരുന്നത് നമുക്ക്? 9.74. ഈ ദൂരം 9.49ഉം ഇവിടെ ഒരു 90 സെൻറ്റിമീറ്ററും. അപ്പോൾ 10.39. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. പലരും തെറ്റായ രീതിയിലാണ് അത് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ നമ്മൾ കാണിക്കേണ്ടത് സ്റ്റെയറിലേക്കാണ്. ഇവിടെ നിന്നും വന്ന് സ്റ്റെയർ വരെയുള്ള ദൂരമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇത് ചെയ്യുമ്പോൾ മറ്റൊരു തെറ്റ് എല്ലാവരും വരുത്തി വയ്ക്കുന്നത് ഇങ്ങനെ വാളിൻ്റെ ഉള്ളിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് 30 മീറ്ററിൽ കൂടുതൽ ദൂരം വരാൻ പാടില്ല. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ വാളിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ വരച്ച് വയ്ക്കുന്നുണ്ട് പലരും. അപ്പോൾ അത് ശരിയായ രീതിയല്ല. നിങ്ങൾക്ക് എങ്ങനെ വരച്ചാലും 30 മീറ്ററിൽ കൂടുതൽ വരികയാണെങ്കിൽ ഒന്നുകിൽ സ്റ്റെയർ റീഅറേഞ്ച് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ടൊരു സ്റ്റെയർ കൊടുക്കുക. ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ നിയമപ്രകാരം. ഓക്കെ, അടുത്തത് ഫുട് പ്രിൻ്റാണ്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ. ഫുട് പ്രിൻ്റൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഓൾറെഡി ലൈന് വരച്ചതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഫുട് പ്രിൻ്റ് ഈ സൈറ്റ് പ്ലാനിൽ വരച്ച ഫുട് പ്രിൻ്റും ഫ്ലോർ പ്ലാനിലുള്ളതും തമ്മിൽ വ്യത്യാസങ്ങൾ വരാൻ പാടില്ല. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ച ഫുട് പ്രിൻ്റ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് താഴെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ഫ്ലോറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്പെഷ്യൽ പ്രൊവിഷൻസ്. നമുക്കിവിടെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി സെക്ഷനിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഗ്രൗണ്ട് ലെവല്, റൂഫ് ലെവൽ. അതാദ്യം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഗ്രൗണ്ട് ലെവൽ ഓൾറെഡി വരച്ചിട്ടുണ്ട്, റൂഫ് ലെവലും വരച്ചിട്ടുണ്ട്. രണ്ടും മാച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പള്ളീൻ്റെ ഒക്കെ കേസിൽ ഏറ്റവും ഉയർന്ന പോയിന്റിലേക്കാണ് നമ്മൾ ഹൈറ്റ് എടുക്കേണ്ടത് കേട്ടോ. ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം. അടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1, സീലിംഗ് ലെവൽ 1. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1, സീലിംഗ് ലെവൽ 1. ഈ 4 ലെയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഗ്രൗണ്ടിൻ്റെ ഫ്ലോർ ലെവൽ 1, സീലിംഗ് ലെവൽ 1, ഫസ്റ്റിൻ്റെ ഫ്ലോർ ലെവൽ 1, സീലിംഗ് ലെവൽ 1. ഇനി ഇവിടെ നമുക്ക് കൊടുക്കേണ്ട കളർ കോഡ് ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് ഡി ഒക്യുപ്പൻസിക്ക് കളർ കോഡ് 5 ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും കളർ കോഡ് മാറ്റി കൊടുക്കരുത്.
ഈ സീലിംഗ് ലെവൽ, ഫ്ലോർ ലെവൽ സെലക്ട് ചെയ്യുക. കളർ കോഡ് 5 ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. ഇതേ ഫയലാണ് ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്ത് കാണിച്ചിരുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് പോവാം. ഓക്കെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്ക്രൂട്ടിനി അക്സെപ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് ഒന്ന് നോക്കാം. ഇവിടെ ലോ റിസ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഗ്രൂപ്പ് ഡി ഒക്യുപ്പൻസികൾക്ക് ഹൈറ്റ് പ്രശ്നമല്ല. ഇവിടെ നമുക്ക് സെക്ഷനിൽ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, 12.66 ഉണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഡിക്ക് അവിടെ ഏരിയ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഹൈറ്റ് പറയുന്നില്ല. പിന്നെ ഇവിടെ ഏരിയ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. 199.78. അതുപോലെ ഹൈറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഒക്യുപ്പൻസി വന്നത് ഡിയിൽ വേർഷിപ്പ് ഹാൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി PDF ഡ്രോയിങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ജനറേറ്റായി വന്നതിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് നോക്കാം. സൈറ്റ്, സർവീസ്, പാർക്കിംഗ് പ്ലാന്, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ എല്ലാം നമുക്ക് കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലെയറൊക്കെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗ്രൂപ്പ് ഡീൻ്റെ വേർഷിപ്പിന് വേണ്ടിയുള്ള ലെയർ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഇവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പാർക്കിങ്ങിൻ്റെ റീഡിങ് ഞാൻ കാണിച്ചു തരാം, ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന്. കണ്ടോ ഇവിടെ നമുക്ക് റിക്വയർഡും പ്രൊവൈഡഡും 3 നമ്പേഴ്സ് ഓഫ് പാർക്കിംഗ് ആണ്. ശരിക്കും ഇവിടെ ആരാധനാലയം ആയിട്ടാണ്, അതായത് ഗ്രൂപ്പ് ഡി ആയിട്ടാണ് റീഡിങ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ 200 മീറ്റർ സ്ക്വയർ നമ്മൾ 10 പാർക്കിംഗ് കാണിക്കേണ്ടി വരും. കാരണം ഗ്രൂപ്പ് ഡി ഒക്യുപ്പൻസികൾക്ക് 20 മീറ്റർ സ്ക്വയറിനാണ് ഒരു പാർക്കിംഗ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ 200-ന് 10 പാർക്കിംഗ് ആയിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് ആകെ വന്നിട്ടുള്ളത് 3 പാർക്കിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ 200 മീറ്റർ സ്ക്വയറിൽ താഴെ ഏരിയ വരുന്ന ഒരു ആരാധനാലയം ലെയർ മാട്രിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരിക്കാം. അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് അത് കേൾക്കാതെ മെസ്സേജ് അയക്കാതിരിക്കുക. കേട്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ മാത്രം വാട്സപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.